Hey guys, welcome back to OTA. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്റെ ഇന്നത്തെ പ്രോഡക്റ്റ് ഉണ്ടല്ലോ, ഇതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കാരണം എന്നാ വന്നപ്പോഴെ തുറന്നു നോക്കി കള്ളന്മാര്. ഇത്ര ഉള്ളു എന്റെ വാഷിംഗ് മെഷീൻ. അയ്യേന്നോ 60 വാട്ടുണ്ട്. ഇതൊരു ഒരു ബക്കറ്റിന്റെ ഹാഫ് സാധാരണ നോർമൽ ഇത്ര ചെറിയ വാഷിംഗ് മെഷീൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. നമ്മളിപ്പോ ഒരു പോർട്ടബിൾ വാഷിംഗ് മെഷീൻ തപ്പ് വെറും 400 രൂപയുള്ളൂ. ഇത് നമുക്ക് 2-3 രീതി മൗണ്ട് ചെയ്യാം. ഇതിന്റെ പവർ കണ്ടല്ലോ, ഇത് ഇങ്ങനെ മൗണ്ട് ചെയ്യാം. ഇത് ഇങ്ങനെ മൗണ്ട് ചെയ്യാം. പിടിച്ച് പവർ ഉണ്ട്. പിന്നെ ഇത് പതയല്ലേ വരുന്നത്? ചെളിയല്ല, അത് കളർ വ്യത്യാസം. ഇതെന്നെ മുക്കി ഞെക്കി പിടിക്കണ്ട, അതൊക്കെ ഇറങ്ങിക്കോളും. അത് ഇറങ്ങണ്ടത് ചെളി പോകുന്നുണ്ടോ നോക്ക്. പിന്നെ ഇതിവിടെ ചെളി തുടങ്ങുന്ന ഉടുപ്പാകൊണ്ടാ കറങ്ങുന്നുണ്ടോ? എനിക്ക് ഒരു കാര്യം ചെയ്ത് ഇച്ചിരി നേരം പൊക്കി പിടിയാ വേൾപ്പൂൾ ഉണ്ടായി കഴിയുമ്പോഴത്തേക്ക് അത് ഇട്ട് നോക്കാം. ഞെക്കി വെക്കുവോ തലോട്ടുണ്ട്? ഞാനൊക്കെ എങ്ങനെയാ ഞെക്കും, എന്നാലേ ഉള്ളു മൊത്തത്തിൽ മുങ്ങണ്ടേ. അത് ഒന്ന് ഫോഴ്സ് ആയിട്ടാ, ഫോഴ്സ് ആയി ഇത്രേ ഉള്ളൂ. ഇതിന് ഹോഴ്സ് പവർ ഒന്നും അല്ല. തിരിച്ചിറങ്ങും. തിരിച്ചിറങ്ങാൻ നിന്നാണ് മണ്ണ. നല്ല സാധനമാണ്. നിങ്ങൾക്ക് അബദ്ധം പറ്റരുത്, അതിനുവേണ്ടി ഞാൻ കൊണ്ടുവന്ന് കാണിച്ചു. ത്യാഗം. ഞാൻ അടുത്ത പ്രോഡക്റ്റ് ഇതാണ് എന്റെ പ്രൊഡക്റ്റ്, വയർലെസ് മൈക്രോഫോൺ. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് ചെറിയ സൈസാണ്, ബട്ടൺ സൈസ്. ഇത് ട്രാൻസ്മിറ്റർ, ഇത് റിസീവർ. ഇത് ഫോണിൽ കണക്ട് ചെയ്യുക, ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്യുക. റിസീവർ കാണിച്ചാ നമുക്ക് ആൻഡ്രോയിഡ് ഫോണ്, ഐഫോണ്, ക്യാമറ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. ഇത് മാറ്റിന്റെ കണക്റ്റഡ് ആയി. ബാക്കപ്പ് ടൈമോ 40 മണിക്കൂർ. പിന്നെ ഇത് 300 മീറ്റർ വരെ റേഞ്ചും കിട്ടും. 4 കിട്ടും. എന്നിട്ട് ഇത് നമ്മള് ബട്ടൺ ഒന്നും ഞെക്കണ്ട, വെറുതെ പ്ലഗ് ആൻഡ് യൂസ് എടുക്കുക, റെക്കോർഡ് ചെയ്യുക. പ്ലഗ് ആൻഡ് പ്ലേ എന്ന് പറയുന്നത് ഇതല്ലേ? ഈ മഞ്ഞ സ്വിച്ച് ആയിട്ടില്ലേ, ഇതിപ്പോ കളർ ഉണ്ടായില്ലേ? പച്ചയല്ലേ? നീല ഞെക്ക് മഞ്ഞ, പച്ചയായി. ആക്റ്റീവ് നോയിസ് ക്യാൻസലേഷൻ. ആൻഡ്രോയിഡ് കണക്ട് ചെയ്യാൻ, അല്ല അത് ഐഫോൺ കണക്ട് ചെയ്യാൻ, ഇത് ആൻഡ്രോയിഡ് കണക്ട് ചെയ്യാൻ, ഇത് ചാർജ് ചെയ്യാൻ, ഇത് ക്യാമറ കണക്ട് ചെയ്യാൻ. നൈസ്. നമ്മളിപ്പോ ഭയങ്കര ചൂടാ. AC ആണ്. സ്കിന്നൊക്കെ നമ്മൾ നന്നായിട്ട് നോക്കണം. AC ഇട്ട് നമ്മൾ 5 സ്റ്റാർ AC മേടിച്ചു നോക്കണം. ഇതാണ് നമ്മുടെ സ്കിൻ റോളർ എന്ന് പറയും. ഇങ്ങനെ പൊട്ടിച്ചിങ്ങനെ കഴിയുമ്പോഴത്തേക്ക് സൂക്ഷിച്ച് വെച്ച് നോക്ക്, കുഴപ്പമൊന്നുമില്ല, നല്ലയാ. ചിക്കൻ കറി ഒന്നും അല്ല. ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ പച്ചവെള്ളം പറയുന്നത് ഇതിനടപ്പുണ്ട്. ഇതുണ്ടോ, ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇതുവഴി വേണം വെള്ളം ഒഴിക്കാനായിട്ട്. വെള്ളം ഒഴിച്ചിട്ട് ഇത് ക്ലോസ് ചെയ്തിട്ട് നേരെ ഫ്രീസറിൽ കയറ്റി വെക്കുക. 4 മണിക്കൂർ ഫ്രീസർ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ കട്ടായിട്ട് ഉറച്ചു നോക്ക്. യൂട്യൂബിലൊക്കെ കാണും. ഇങ്ങനെ നമ്മളിങ്ങനെ ഐസൊക്കെ ഇട്ടിട്ട് വെള്ളമൊക്കെ വെച്ചിട്ട് ഇങ്ങനെ മുഖം സംരക്ഷിക്കാൻ രാവിലെ എഴുന്നേറ്റ് നേരെ ഇങ്ങനെ മുഖം ഇട്ട് മുക്കി വെച്ചിട്ടൊക്കെ സ്നാനം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് വേറെ കാര്യം കൂടെ, അതായത് ഈ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് അലോവേറ ജെല്ല്, അതുപോലെ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ ഇതിനകത്ത് നല്ല ഫേസിൽ നല്ല ഈ സാധനം കിട്ടും. ഐസ് ക്യൂബ് എടുത്ത് വെച്ചാ പോരെ? അങ്ങനെ സാധാ ഐസ് ക്യൂബ് കൈ വെച്ചിട്ട് അവൻ ചെയ്ത പോലെ ഇവൻ ചെയ്യുന്നുണ്ട്. അതവന് മുഖത്തിട്ട് ഒരച്ച ശീലമുണ്ട് കേട്ടോ. അവൻ ചുമ്മാ ഉണ്ടാക്കുന്ന എടുത്തിട്ട് ഇടിച്ചാലോ. ഇതിന്റെ വില 69 രൂപ. ഇങ്ങനെ വെള്ളം വളർത്തിയാ അതുകൊണ്ടാ. ഒരു സത്യം കണ്ടോ സത്യം. ഇത് കണ്ടോ എന്റെ പ്രോഡക്റ്റ് വളരെ
ഇത് WD-40. ഇത് WD-40. ഇത് വർക്ക്ഷോപ്പുകളിലും ഹാർഡ്വെയർ സ്റ്റോറുകളിലും ഒക്കെ കാണാം. പക്ഷെ ഇത് അറിയാത്ത ഒത്തിരി പേരുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇത് കൊണ്ടുവന്നത്. ഇത് നമുക്ക് ലൂബ്രിക്കേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. WD-40 അടിച്ചു വെക്കുക. എന്റെ റൈറ്റിംഗ് കേട്ടോ. നെക്കി നോക്കി. വേണ്ട, വേണ്ട, വേണ്ട. എല്ലാരും നെക്കി നോക്കി. കുറച്ചുകൂടെ മറ്റേ ഒച്ചയും വേണമൊക്കെ അതാ എല്ലാം കേടായി കേടായി. ഇതിന്റെ വാസന ഇത് പിടിപ്പിക്കാൻ അങ്ങനെ പറഞ്ഞാൽ പിടിപ്പിച്ച സ്റ്റൂളാണ്. നീ എന്നാ പറഞ്ഞേ? അടിച്ച എല്ലാം ഒച്ച ഒച്ച പോയി. ഒച്ച മാറ്റി തരാമോ? ആ ടിവിയുടെ പിന്നെ മറ്റേ തുരുമ്പ് പിടിച്ചിരിക്കുന്ന സ്ക്രൂ സാധനങ്ങളൊക്കെ അഴിയാതെയൊക്കെ വന്നാൽ ഇത് അടിച്ചാൽ നമുക്ക് അഴിക്കാം. ഗുണമുള്ളതാ. ടാസ്ക് എടുത്താലും എടുത്തു, കുഴപ്പമില്ല. പ്രൊഡക്റ്റ് ഉണ്ടോ? തട്ടിപ്പറിച്ചു. നാരങ്ങ തൊലി കളഞ്ഞ് ചില്ലി പൗഡറിൽ മുക്കി കഴിക്കുക. ഒരു നാരങ്ങ മുഴുവൻ. കുഴപ്പമില്ല. അയ്യോ ഏതായാലും വേറെ കേടാ. ഇത് വേണം ഞാൻ ചെയ്തോളാം. അല്പം മുളക്, അല്പം ഉപ്പ്, ഡെക്കറേഷൻ നാരങ്ങ. ഒറ്റക്കടി. ഒരു മുളക് വരുത്തട്ടെ. ചവച്ചരച്ചിട്ട് കുറച്ച് മുളക് പൊടി തിന്നു നോക്കിക്കേ. നമ്മൾ മേടിച്ച നാരങ്ങ ഓറഞ്ച് ആയിരുന്നു. സംശയമുണ്ട്. ഒരു കാര്യം ചെയ്താലോ, വിശാഖ കല്യാണത്തിന് പോവാഞ്ഞതിന്റെ ശരിയാ. എനിക്ക് ഒരു കുപ്പി വെള്ളം എടുത്ത് തരണം. അത്ര വെള്ളമൊന്നും പോരാ. തരാന്ന് പറഞ്ഞു. ഇല്ല ഇല്ല, വെള്ളം വേണം, വെള്ളം വേണം. ഉളുപ്പ് കെട്ടവനെ ഒരു നാരങ്ങ മൊത്തം എന്റെ വായിലോട്ട് വീങ്ങാൻ നേരെ കുറച്ച് അത്ര എന്നെ ആത്മാർത്ഥയായിരുന്നു. നിന്നോടൊന്ന് തിന്നാൻ പറഞ്ഞപ്പോ നിനക്ക് വയറഞ്ചും വേണം. വയലിട്ട് നോക്കണേ. എളുപ്പല്ലേടാ? പിന്നെ അത് ഒരു പീസ് ആയുള്ളൂ. മൂന്നെണ്ണം മിച്ചം. അത് വിവരക്കേട് കാണിക്കാൻ ഞാൻ പറഞ്ഞു. വലിയ തരാം അതിനകത്ത് പോണ്ട. അവനൊന്നും ചെയ്യാൻ അവൻ ചപ്പിയതുള്ളത് അടിച്ചു. കാരണം ഈ ഒരു ആര് കഴിക്കണ്ടേ അകത്തുള്ള കുരു വെച്ച് ബാക്കി എല്ലാം എന്റെ വയറ്റിൽ ചെന്ന് വിഴുങ്ങി. അകത്ത് കേക്കടാ. അപ്പൊ ഞാൻ കൂടെ എന്നെ കൂടെ പടവേ എന്ത് വെള്ളം താടാ. കഴിക്കുന്നു. അതുകൂടെ വെള്ളം താടാ. വെള്ളം വരത്തില്ലേ? കൊതിയൻ. തള്ളേ. മൂക്കോണോ? തിന്ന് കടിക്കൂ. തിന്ന് തിന്ന് അപ്പൊ ഒന്നിച്ച് ടാസ്ക് കംപ്ലീറ്റോട് പറയാം. ഇവന്റെ പെൻഡിങ്ങും എന്റെ കറണ്ടും ഒന്നിച്ച് പറഞ്ഞു. ഇങ്ങനെ ഡയഗ്രാം പറഞ്ഞിട്ട് ഊതിയാ ഞാൻ പറയാം. ആദർശിന് ബുദ്ധി നോക്കട്ടെ. തുപ്പാനല്ല പറഞ്ഞത്.